വിദ്യാഭ്യാസ മനഃശാസ്ത്ര സങ്കല്പനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, അധിക വായന എന്നാലെന്ത്? അതിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കുമോ? അധിക വായന എന്നാലെന്ത്? അതിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കാമോ? ഉത്തരം, ഒരു നിശ്ചിത വിഷയത്തെക്കുറിച്ച് പഠിതാക്കൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുക സാധ്യമല്ല. അതിനാൽ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അറിവ് പുതുക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയുള്ള വായനയാണ് അധിക വായന. അധിക വായന എന്നാൽ ഒരു നിശ്ചിത വിഷയത്തെക്കുറിച്ച് പഠിതാക്കൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുക സാധ്യമല്ല. അതിനാൽ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അറിവ് പുതുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള വായനയാണ് അധിക വായന. അടുത്ത ക്വസ്റ്റ്യനാണ്, അധ്യാപന മാതൃകകൾ ടീച്ചിങ് മോഡൽസ് എത്ര വിധത്തിലുണ്ട്? അവ ഏതൊക്കെ? ഉത്തരം, അധ്യാപനത്തിനുള്ള നിർദ്ദിഷ്ട സാങ്കേതിക രീതിയാണിത്. 4 കുടുംബങ്ങളിൽപ്പെടുന്ന അധ്യാപന മാതൃകകളുണ്ട്. 1. വിവര സംസ്കരണ കുടുംബം, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. വൈയക്തിക കുടുംബ മാതൃക, പേഴ്സണൽ ഫാമിലി. സാമൂഹ്യ കുടുംബ മാതൃക, ദ സോഷ്യൽ ഫാമിലി. വ്യാവഹാരിക കുടുംബ മാതൃക, ദ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. അധ്യാപന മാതൃകകളാണ്. അധ്യാപനത്തിനുള്ള നിർദ്ദിഷ്ട സാങ്കേതിക രീതിയാണ് അധ്യാപന മാതൃകകൾ, അതായത് ടീച്ചിങ് മോഡൽസ്. 4 കുടുംബങ്ങളിൽപ്പെടുന്ന അധ്യാപന മാതൃകകളുണ്ട്. വിവര സംസ്കരണ കുടുംബം, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. അടുത്തത് വൈയക്തിക കുടുംബ മാതൃക, പേഴ്സണൽ ഫാമിലി. സാമൂഹ്യ കുടുംബ മാതൃക, ദ സോഷ്യൽ ഫാമിലി. വ്യാവഹാരിക കുടുംബ മാതൃക, ദ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് അന്തർലീന വ്യവഹാരങ്ങൾ, കവേർട്ട് ബിഹേവിയർ? എന്താണ് അന്തർലീന വ്യവഹാരങ്ങൾ, കവേർട്ട് ബിഹേവിയർ? ഒരു വ്യക്തിയുടെ ബാഹ്യമായി നിരീക്ഷിക്കപ്പെടാനാവാത്തതായ എല്ലാ മാനസിക വ്യാപാരങ്ങളും അന്തർലീന വ്യവഹാരങ്ങളാണ്. ചിന്തന പ്രക്രിയ, മാനസിക നിലയിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെയാണ് ഉദാഹരണം. അന്തർലീന വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബാഹ്യമായി നിരീക്ഷിക്കപ്പെടാനാവാത്തതായ എല്ലാ മാനസിക വ്യാപാരങ്ങളും അന്തർലീന വ്യവഹാരങ്ങളാണ്. ഉദാഹരണം, ചിന്തന പ്രക്രിയ, മാനസിക നിലയിലെ മാറ്റങ്ങൾ.